ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് കിട്ടിയേക്കുന്നത് അയിലക്കണ്ണിയാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കാം. കറിക്ക് വേണ്ട മസാലകൾ എടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 4 കഷ്ണം കുടംപുളി വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം. ഇനി ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി, സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഈ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചേക്കുന്ന കുടംപുളി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിള വരുന്നത് വരെ നന്നായി കുക്ക് ചെയ്തെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച 1/2 സ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.